മുഴുവൻ പ്രത്യേകിച്ച് കൊല്ലം ഒരു കലാസ്നേഹിയുടെ നാട് കൂടിയാണ്. നമ്മോടൊപ്പം ചിന്താ ജെറോമുണ്ട്. ചിന്ത, ഈ കൊല്ലംകാരി കലോത്സവത്തെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഉറപ്പായിട്ടും. കാരണം വലിയൊരു ഒഴുക്കാണല്ലോ. എല്ലാവരും മത്സരം കാണാനായിട്ട് വരുന്നു, എല്ലാവരും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിൽ കൊല്ലം പോവുകയാണ്. ഈ കലോത്സവത്തിൽ എന്തായിരുന്നു ഇപ്പൊ ഇത്രയും ദിവസം കണ്ടതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത്? ഇനം എല്ലാ പരിപാടികളും നന്നായിട്ടുണ്ട്. എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ വിമല ഹൃദയ സ്കൂളിൽ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ഞാൻ ആ വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ മത്സരങ്ങളാണ് കൂടുതൽ കണ്ടത്. അപ്പം എല്ലാ മത്സരങ്ങളും വളരെ ഇഷ്ടം. പ്രസംഗ മത്സര വേദിയിൽ പോയോ? പ്രസംഗം നമ്മൾ ചെറുപ്പം തൊട്ടേ പ്രസംഗ മത്സരങ്ങളുടെ ഭാഗമായി. അരുൺ ചേട്ടനാണോ? എന്റെ സീനിയർ ആയിട്ട് എല്ലാ പ്രസംഗ മത്സരങ്ങളിലും വന്ന് 1ാം സമ്മാനം നേടുന്ന ആളാണ് ഡോക്ടർ അരുൺ. ഡോക്ടർ അരുൺ, പ്രസംഗ മത്സരത്തിൽ സമ്മാനം വിട്ടുകൊടുക്കാത്തതിന്റെ പരാതി ചിന്ത പറയുന്നുണ്ട്. എന്റെ ഒരു സീനിയർ ആയിട്ടാണ് എപ്പോഴും അരുൺ ചേട്ടൻ മത്സരിച്ചിട്ടുള്ളത്. അരുൺ ചേട്ടൻ ഒരു മത്സരം എടുത്തിട്ടില്ല. ഇൻസ്പിറേഷൻ ആണല്ലോ ജൂനിയർ ആയി. അതെ, സ്കൂളിൽ നിന്ന് മിക്കവാറും 1ാം സ്ഥാനം കിട്ടുന്നത് ചിന്തയ്ക്കുമായിരിക്കും. ഞങ്ങൾ ഒരുപാട് മത്സരങ്ങളിൽ ഈ കോളേജ് സ്കൂൾ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ട്. ചിന്തയുടെ നമുക്ക് ചോദിക്കുന്ന സമയത്ത് ചിന്തയ്ക്ക് ഇന്നലെ ആ പ്രസംഗ മത്സരത്തിന്റെ വിഷയം ഏതായിരുന്നു? ചിന്തയാണ് മത്സരാർത്ഥിയെങ്കിൽ എങ്ങനെ പ്രസംഗിക്കുമായിരുന്നു കൂടി ഒന്ന് ചോദിച്ചോളൂ രഞ്ജിത്ത്. അതെ, ഈ പ്രസംഗത്തെ കുറിച്ച് പറയായിരുന്നു. അരുൺ സാറ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചിന്ത സ്കൂളിലായിരുന്നു എന്ന് പറയായിരുന്നു. അപ്പൊ ഇന്നലത്തെ പ്രസംഗ മത്സരത്തിന്റെ വിഷയം കേട്ടായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടില്ല. എന്തായിരുന്നു ഇന്നത്തെ പ്രസംഗ മത്സരത്തിന്റെ വേദിയിലേക്ക് പോയിട്ടില്ല ചിന്ത? അതായത് എങ്ങനെയായിരിക്കും ആ വിഷയം കിട്ടിയാൽ പ്രസംഗിക്കുക എന്നുള്ളത്? അതാണോ ചോദിച്ചത്? ഞാൻ അന്ന് മത്സരിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടായിട്ട് ആ കാൽച്ചുവട്ടിലെ മണ്ണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു വിഷയമായിരുന്നു. പിന്നെ അന്ന് പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്? അല്ല, അതിപ്പോ ആ സമയത്ത് സംസാരിച്ചു പോകുന്നതാണല്ലോ. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. മറ്റേ ഇപ്പം മോണോ ആക്ടോ കഥാപ്രസംഗം പോലെ അല്ലല്ലോ. നമ്മൾ ആ സമയത്ത് ആലോചിച്ച് ആ സമയത്ത് ഓഡിയൻസുമായിട്ട് കൺവേ ചെയ്യുന്ന. കവിത പാടാറുണ്ട്? ഇല്ല, അങ്ങനൊന്നുമില്ല. കവിത മത്സര വേദിയിലും ഇല്ല, അങ്ങനെ പാടാറൊന്നും. മീൻസ് കവിത വായിക്കുന്നു, അത് ഇല്ല ഇപ്പൊ ഇല്ല. അപ്പോ കലോത്സവ വേദിയിൽ ചിന്ത സജീവമാണ്.